ഒരു 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 മാസമൊക്കെ മുമ്പാന്ന് തോന്നണോ, മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വലിയ അക്ഷരത്തിൽ വന്നിട്ടുണ്ട്, ഇതം ന മമഹ. ന ഇതം ന മമ എന്നാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതെന്നാണ്. ന എന്നുള്ളതിന് വിസർഗം വന്നു, അപ്പോൾ ശരിക്കും നഹ എന്നാണ്. മമ എന്നുള്ളതിന് പിന്നെ ഒന്നും ആവശ്യമില്ല. അപ്പം നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എവിടെയെങ്കിലുമൊക്കെ വിസർഗം അത് സംസ്കൃതമായി എന്നാ. പക്ഷേ നമ്മളെല്ലാവരും എന്നിട്ട് അത് പ്രതികരണം എഴുതി അയച്ചു. അന്നത്തെ ദിവസം തന്നെ മാതൃഭൂമിക്കാർക്ക് ഒരുപാട് പ്രതികരണം കിട്ടിത്തരേ. പിന്നത്തെ ചൊവ്വാദോഷത്തിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ക്ഷമിക്കണം ഇങ്ങനെ ഈ ഒരു തെറ്റ് വന്നിട്ട് ഒരുപാട് പേര് നമ്മളെ എഴുതി കാണിച്ചു. പ്രത്യേകിച്ചിട്ട് മാതൃഭൂമി പോലുള്ള പത്രത്തിൽ. പക്ഷേ എത്ര പേര് ശ്രദ്ധിച്ചു കാണും? അത് കര തെറ്റാണെന്ന് അറിയണ്ടേ, നമുക്കതൊന്നും ഉപയോഗിച്ചിട്ട് അത് ശീലമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ തെറ്റ് വരുന്ന സമയത്ത് ഈ നാ എന്നുള്ളത് നഹ എന്നായാൽ, നാ എന്ന് പറഞ്ഞാൽ അരുത്, ചെയ്യരുത്, അല്ല എന്നൊക്കെയാണ്. നഹ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാണ് അർത്ഥം. എത്ര വ്യത്യാസമുണ്ട്, ഓപ്പോസിറ്റ് മീനിങ് ആവും. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ അർത്ഥമുള്ളൂ. മമഹ എന്നുള്ളൊരു വാക്ക് ഒരു ലാംഗ്വേജിലും ഇല്ല. പക്ഷെ നമ്മളിതൊക്കെ ടേക്കിംഗ് ഫോർ ഗ്രാൻറ്റഡ് ആണ്. അങ്ങനെ പ്രയോഗിച്ചപ്പോൾ എന്താ കുഴപ്പം? അതിലിപ്പോൾ എന്താ ഇത്? അത് ആൾക്കാർക്ക് മനസ്സിലായാൽ പോരെ. അങ്ങനെയല്ല എന്നാ ഓരോ വാക്കും. അങ്ങനെയാണ് നമ്മുടെ ഭാഷാശുദ്ധി, സാഹിത്യശുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഇതിങ്ങനെ കെയർലെസ് ആയിട്ട് എടുക്കേണ്ടതല്ല. അതിനൊക്കെ നമുക്ക് മാതൃകാപരമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് നമുക്ക് ചിന്മയാനന്ദ സ്വാമിജിയുടെയൊക്കെ നമുക്ക് പ്രചോദനം കിട്ടുക. ഓരോന്നും ഇരുത്തമായാലും നടത്തമായാലും വാക്കായാലും ആഹാരം കഴിക്കുന്നതായാലും വസ്ത്രധാരണ രീതിയായാലും കമ്മ്യൂണിക്കേഷനായാലും. ഇപ്പോൾ ഹനുമാൻജിയൊക്കെ പറഞ്ഞല്ലേ, മിനിമം വേർഡ്സ് മാക്സിമം കമ്മ്യൂണിക്കേഷൻ, വേണ്ടത്ര ശബ്ദം, പിന്നെ ടോൺ അടക്കം ശ്രദ്ധിക്കുന്ന. സ്വാമിജിയുടെയൊക്കെ യജ്ഞം കേട്ടവർക്ക് ഓർമ്മയുണ്ടാവും, ഇംഗ്ലീഷൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിൽ കൊള്ളേണ്ടതാണെങ്കിൽ അതിനനുസരിച്ച് റേസ് ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് നമ്മളെതിരിക്കുകയാണെങ്കിൽ വേറെ ഒരു മോഡിലേക്ക് അങ്ങോട്ട് ഒരു ഒഴുക്കാണ്. അത് അദ്ദേഹത്തിനൊക്കെ സ്വയമേവ വരികയാണ്, ഇങ്ങനെ ആർട്ടിഫിഷ്യലല്ല. കാരണം ഉപാസന, അഭ്യാസം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണെന്നാ. ഇന്ന് നമ്മളെല്ലാറ്റിനും നമുക്കൊരു ഒരു അലസത, ഒരു ഗൗരവക്കുറവാണ്. എന്തെല്ലാം കാര്യത്തിനാണെങ്കിലും ഒരു ഗൗരവക്കുറവ്. ഇപ്പോൾ ഹനുമാൻജിയുടെ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഈ വേഷധാരണ രീതിയും അതെല്ലാം പറയും. എല്ലാറ്റിലും ആ ശ്രദ്ധ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് വാക്പടുത്തം. അപ്പോൾ ഈ വാക്പടുത്തം എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നാ. ഏത് വാക്കുകൾ ഉപയോഗിക്കുന്നു, ആരോട് സംസാരിക്കുന്നു, ഓരോരുത്തരോട് സംസാരിക്കുന്ന വാക്കുകളും ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ നോക്കൂ, നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ അത് ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ അച്ഛനമ്മമാരോട് പറയുന്ന വാക്കുകളുടെയൊക്കെ ഉപയോഗം എന്തൊക്കെയാണ്? ഇപ്പോൾ അത് കേൾക്കുന്ന അച്ഛനമ്മമാർക്ക് അത് നിയന്ത്രിക്കാൻ പേടിയാണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, അത് നേരത്തെ നമ്മൾ തീരുമാനിച്ചു. അപ്പം നമ്മൾക്കാണ് മോശം തോന്നേണ്ടത്. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളോ? എന്തുകൊണ്ട്? നമുക്കതിനുള്ള വോയിസ് ഇല്ല. നമുക്ക് പറയാൻ ഗട്ട്സ് ഉണ്ടായിരിക്കണം, അത് ശരിയല്ല. അപ്പോൾ ഓരോരുത്തരോടും, ഒരു സെർവൻറ്റിനോട് പറയുന്നതായാലും ശരി, ഒരു ഗുരുവിൻ്റെ മുമ്പിൽ പറയുന്ന വാക്ക് അല്ല അമ്മയുടെ അച്ഛൻ്റെ മുമ്പിൽ പറയുന്നത്. അമ്മയോടും അച്ഛൻ്റെ അടുത്തും പറയേണ്ടതല്ലല്ലോ ഭാര്യയോടോ മക്കളോടോ പറയേണ്ടത്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നാ. ഇതൊക്കെ കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലെ സംസ്കാരം കുറഞ്ഞു വരുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അംഗീകരിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അതിനൊക്കെ എന്താ പോംവഴി? ഹനുമാൻജി മാതൃകയാക്കിയിട്ട് നമ്മൾ കുട്ടികളെ വളർത്തുക, കുട്ടികളെ പ്രേരിപ്പിക്കുക, നമ്മളതിന് മാതൃകകളാവുക. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കൊക്കെ ശ്രദ്ധിക്കുക. അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നതും ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്നതും നമ്മുടെ കൊച്ചുമക്കൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഓർത്താൽ മതി. യദ്യദാചരതി ശ്രേഷ്ഠ. നമ്മളുടെ ഓരോ പെരുമാറ്റവും മറ്റുള്ളവർക്ക് മാതൃകയാവണം. അപ്പോഴാണ് ഈ വാക്പടുത്തമൊക്കെ കുട്ടികൾക്ക് കിട്ടുള്ളൂ. ഇന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ പ്രഭാഷണത്തിലോ ക്ലാസ്സുകളിലോ ഒക്കെ പറഞ്ഞാൽ തീരെ അക്ഷരശുദ്ധിയിലാണ്, എന്താ ചെയ്യുക, ഇന്നത്തെ വിദ്യാഭ്യാസമൊക്കെ അങ്ങനെയാണ്. നമ്മളതൊക്കെ സ്കൂളിനെ പറയും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറയും. ഇന്നത്തെയൊക്കെ അങ്ങനെയാണ്. ഇന്ന് സ്പെല്ലിങ്ങും ഇല്ല, ഉച്ചാരണവും ഇല്ല. നമുക്ക് എന്തുകൊണ്ട് പഠിപ്പിച്ചുകൂടാ? നമ്മളുടെ വീട്ടിൽ ശുദ്ധ മലയാളം പറഞ്ഞാൽ മതി അല്ലേ? നമ്മൾ ഓരോ മാറ്റങ്ങളെ ഉൾക്കൊള്ളേണ്ടത് അവരവരുടെ ഗൃഹത്തിൽ നിന്നാണ്. ശാസ്ത്രം പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്തോത്രം ചൊല്ലിയത് കൊണ്ടോ ഒന്നും സമൂഹത്തിൽ മാറ്റമൊന്നും വരില്ല. നമ്മുടെ ഓരോരുത്തരുടെയും പെരുമാറ്റത്തിൽ മാറ്റം വരാനായിട്ടാണ് ഈ പേഴ്സണാലിറ്റി ഇവിടെ ഉറപ്പിച്ച് പറയണത്. അപ്പോൾ ഈ വാക്പടുത്തം, വാക്കുകളെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം, മോഡുലേഷൻ, സെലക്ഷൻ ഓഫ് വേർഡ്സ്, അവസരം. ഹനുമാൻജി നോക്കൂ, ഈ ലങ്കയിലേക്ക് ചാടുന്ന സമയത്ത് 3 തടസ്സങ്ങൾ വന്നുവല്ലോ. സുരസ വന്നു, മൈനാകം വന്നു, സിംഹിക വന്നു. ഇവരെ 3 പേരെയും
താൻ എന്ത് കാര്യത്തിനാണ് പോകുന്നത് എന്ന് പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. രാമായണം മുഴുവൻ, അതായത് അതുവരെയുള്ള എപ്പിസോഡ്, ശ്രീരാമൻ്റെ കഥയും സീത നഷ്ടപ്പെട്ടതും സീതാന്വേഷണത്തിന് പോവുകയാണെന്നുള്ള ഒരു ചെറിയ ഉദാഹരണം പറയാണ്. ആ ഒരു കാര്യം ഈ ചാടി പറന്ന് അവിടെ എത്തുന്നതിന് ഉള്ളിൽ 3 പേരോട് പറയുന്നുണ്ട്. പക്ഷെ 3 പേരോട് പറയുമ്പോഴും ഒരേ വാക്കല്ല ഉപയോഗിക്കുന്നത്. സുരസയോട് പറയുന്ന വാക്കുകളല്ല മൈനാകത്തിനോട് പറയുന്നത്. ഇവരോട് 2 പേരോടും പറഞ്ഞ പോലെ അല്ല സിംഹികയോട്. കാരണം സിംഹികയെ പിന്നെ ആ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിംഹിക പിടിച്ച് താത്തി വിടും. അതുകൊണ്ട് ആ തരത്തിലല്ല എന്ന്. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ്. തിരിച്ച് അവിടെ എത്തിയപ്പോൾ ലങ്കാലക്ഷ്മിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ലങ്കാദേവിയോട് പറഞ്ഞ് ജയിക്കാനല്ല ചെയ്തത്. ഒന്നാമത്തെ പറഞ്ഞ് കഴിഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പ്രവൃത്തിയിലാണ് കാണിച്ചു കൊടുത്തത്. കാരണം ഷീ ഡിസേർവ്സ് ദാറ്റ്, അർഹിക്കുന്നത് കൊടുക്കണമെന്ന്. ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് പറയേണ്ടത്. എല്ലാവരോടും ഒരേ വാക്കുകളല്ല, ഒരേ കാര്യം ഓരോരുത്തരോടും പറയുന്നത് അവസരോചിതമായിരിക്കണം. ഇത് മുഴുവൻ എലാബറേറ്റ് ചെയ്യാനൊന്നും നിന്നില്ല, ചുരുക്കി പറഞ്ഞു. കാരണം പറക്കണം, വേഗം അവിടെ എത്തണം. അതുകൊണ്ട് വളരെ കുറച്ച് അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു. മറ്റൊന്ന്, തിരിച്ച് അവിടെ എത്തി രാവണൻ്റെ ദർബാറിൽ ദൂതിന് പോയ സമയത്ത് അവിടെ പറയുമ്പോഴും അതെ, രാമനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന വാക്കുകൾ, രാവണനെ ധിക്കരിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ എല്ലാം വ്യത്യാസമാണ്. അതുപോലെ അവിടെ വളരെ നീട്ടിയിട്ടല്ല പറയുന്നത്, ആവശ്യത്തിന് മാത്രം. രാവണനെ മനസ്സിലാക്കിക്കണം തൻ്റെ പ്രഭുവിൻ്റെ ശക്തി, അത്രേ വേണ്ടൂ. അതിന് മാത്രം, ആ ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവിടുന്ന് ജയാരവം മുഴക്കിയിട്ടാണ് വരുന്നത്. ഇതാ ഞാൻ വിജയിച്ചിരിക്കണമെന്നുള്ള ഭാവത്തിലാണ് ഹനുമാൻജി അവിടെ നിന്ന് ഇങ്ങോട്ട് പറന്ന് ത്രികൂടാചലത്തുനിന്ന് മുകളിന്ന് പറന്ന് ഉയർന്ന ഉടനെ ഇവിടെയുള്ള വാനരന്മാർക്ക് മനസ്സിലായിത്ര ഇതാ ഹനുമാൻജിയുടെ വരവാണ്, ജയിച്ചു എന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് വരുന്നത് എന്ന്. അപ്പോൾ ആ ശബ്ദം കേട്ട ഉടനെ ഇവരിങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ താഴെ എത്തിയിട്ടില്ല, അടുത്തെത്തി. താഴെ പതിക്കുന്നതിന് മുൻപ് ഇവർ ചോദിച്ചു, എന്തായി ഹനുമാൻ? താഴെ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നേ ഉള്ളൂ ഹനുമാൻജി. ഉടനെ എന്താ പറഞ്ഞത്? കണ്ടു സീതയെ. അത്രയേ ഉള്ളൂ. 2 വാക്കിൽ പോയ കാര്യം ഒതുക്കി. കാരണം വന്ന ഉടനെ അവരാകാംക്ഷാഭരിതരായിട്ടായിരിക്കണം അല്ലേ, എന്താ സംഭവിച്ചത്. ആ സമയത്ത് ഇതൊന്നും ദീർഘിപ്പിച്ചില്ല. എങ്ങനെയുണ്ടായിരുന്നു യാത്ര എന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങനെ ബസ് കയറിയപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ അങ്ങനെ ഇന്ന ആളെ കണ്ടു, അപ്പോൾ അവർ ഇന്നത് ചോദിച്ചു, പിന്നെ എന്നിട്ട് അവർ അങ്ങോട്ട് പോയി, അപ്പോൾ അങ്ങനെ ഒരു ചായ കുടിക്കാൻ പോയി. എന്നിട്ട് ഇങ്ങനെയെല്ലാം വിശദീകരിച്ച് എല്ലാം പറഞ്ഞിട്ടല്ല പറഞ്ഞത്, ആദ്യം നടന്ന കാര്യം പറഞ്ഞു. അവർക്ക് തൃപ്തിയായി. കണ്ടില്ല, അവരെ എല്ലാ വാനരന്മാരും കൂടെ ചാടി മറിഞ്ഞ് ഹനുമാൻജി എല്ലാം രക്ഷപ്പെടുത്തി വന്നിരിക്കുന്നു, കാര്യം സാധിച്ചു വന്നിരിക്കുന്നു, സന്തോഷമായി. എല്ലാവരുടെയും കൂടെ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം അതിനവർക്ക് അവസരം കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, അല്ല ഹനുമാൻജി എന്തൊക്കെ ഉണ്ടായത് അവിടെ? അപ്പോൾ അവർ തയ്യാറ്. അവർ ആ എക്സൈറ്റ്മെൻ്റൊക്കെ അടങ്ങി കഴിഞ്ഞ സമയത്ത് പിന്നെ പറഞ്ഞു, ഞാൻ പോകുമ്പോൾ എളുപ്പമൊന്നും ആയിരുന്നില്ല, അവിടെ 2-3 തടസ്സങ്ങളുണ്ടായി, അവിടെ എത്തിയിട്ട് വേറെ തടസ്സം ഉണ്ടായി, അവിടെ വീണ്ടും സീതാദേവിയെ കാണാൻ എനിക്ക് പിന്നെയും സമയം വേണ്ടി വന്നു. പിന്നെ സമയം എടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ രാമനെ കണ്ടുമുട്ടിയ ഉടനെയും ഞാൻ എല്ലാം ജയിച്ചു വന്നിരിക്കുന്നു, കണ്ടില്ലേ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാനിതാ സാധിച്ചിട്ട് വന്നിരിക്കുന്നു, ഒന്നും അഹംഭാവം കാണിച്ചിട്ടില്ല. അവിടെ എത്തി വരവ് കണ്ടപ്പോഴേ രാമന് മനസ്സിലായി കാര്യം സാധിച്ചിട്ടാണ് എന്നുള്ളത്. ഒരു ആലിംഗനമാണ് സമ്മാനം കിട്ടിയത്, കൊടുത്തു, സന്തോഷമായി. അതിനുശേഷം ചോദിച്ചപ്പോൾ മാത്രമാണ് വളരെ സീതാദേവി അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ആ വാക്കുകളിൽ രാമൻ്റെ മനസ്സിനെ കുളിർപ്പിക്കുന്ന വാക്കുകളാണ് ആദ്യം പറഞ്ഞത്. സീതയ്ക്ക് ഒരു കുഴപ്പമില്ല അവിടെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതുപോലെ സീതാദേവിയോട് പറയുന്ന സമയത്തും ശ്രീരാമനെ പറ്റിയിട്ടുള്ള ആശങ്ക മനസ്സിൽ നിന്ന് ഒഴിവാക്കാനാണ് ആദ്യം പ്രവർത്തിച്ചത്. അപ്പോൾ നമ്മുടെ വാക്കുകളിൽ മറ്റുള്ളവരുടെ മനസ്സിൽ കബീർദാസി പറയും, മീഠി ബാണി ബോലിയെ മനക ആപ്പാ ഘോയ് ഔരനക്കോ ശീതളക്കരെ ആപ്പഹു ശീതളഹോയ്. മധുരമുള്ള വാക്കുകൾ പറയണം, എന്നിട്ട് മറ്റുള്ളവരുടെ മനസ്സിനെ കുളിർപ്പിക്കണം. കേൾക്കുന്ന ആളുടെ മനസ്സും കുളിർക്കണം, പറയുന്ന ആളുടെ മനസ്സിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനും അജിറ്റേഷനൊന്നും ഉണ്ടാവരുത്. ആപ്പഹു ശീതളഹോയ്, നമ്മളുടെ മനസ്സിലൊരു ശീതളിമ ഉണ്ടാവണം. എനിക്ക് വേറൊരാളുടെ മനസ്സിനെ കുളിർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളൊരു കൃതാർത്ഥത ഉണ്ടാവണമെന്നാണ്. അപ്പം നോക്കൂ, ഈ ഒരു ഗുണത്തിൽ നമ്മൾ എത്ര കാര്യം ശ്രദ്ധിക്കാനുണ്ടെന്നാണ്, വാഗ്മിത. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ചിട്ട്
ചെറിയ ചെറിയ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് നമ്മൾ ഉപദേശിച്ചു കൊടുക്കേണ്ടതാണ്. ഓരോ അവസരത്തിനൊത്തും പെരുമാറ്റം, പ്രത്യേകിച്ചിട്ട് വാക്കുകളാണ്. പറയില്ലേ, വില്ലിന്ന് വിട്ട അമ്പ് പോലെയാണ് വാക്ക്. ലക്ഷ്യത്തിലെത്തി തറച്ച ശേഷമേ അത് പിന്നെ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ആരുടെയും ഹൃദയഭേദകമായിരിക്കുന്ന വാക്കുകൾ കഴിയുന്നതും പറയാതിരിക്കാനും, അനാവശ്യമായിരിക്കുന്ന വാക്കുകൾ ഉച്ചരിക്കാതിരിക്കാനും, വേണ്ടിടത്ത് നമ്മളുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനും ഒക്കെ നമുക്ക് ഹനുമാൻജിയെ മാതൃകയാക്കണം. ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോവുകയാണെങ്കിൽ ഇഷ്ടംപോലെയുണ്ട്. ജ്ഞാനസാഗരം, അതാണ് സാഗരം എന്ന് പറയുന്നത്. കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ച് കിടക്കണം. നമുക്ക് വിരലിലെണ്ണാവുന്ന ഗുണങ്ങളല്ല, ഇഷ്ടംപോലെ ഗുണങ്ങളാണ് ഹനുമാൻജിക്ക്. അത്രയും ഇതിൻ്റെയൊക്കെ അറിവുണ്ടല്ലോ. എപ്പോൾ പറയണം, എവിടെ പറയണം, എവിടെ പറയാതിരിക്കണം എന്നുള്ളതൊക്കെ അറിവുള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ജ്ഞാനസാഗര, ഗുണസാഗര. പിന്നെ പറഞ്ഞു കപീസ്. കപി എന്നുള്ള വാക്ക് പറഞ്ഞു ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നവർ, അതായത് ബ്രഹ്മജ്ഞാനി. കപി ഈശ്, കവികളിൽ വെച്ച് മുഖ്യൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികളിൽ പ്രമുഖൻ. വെറുമൊരു വാനരനല്ല. അപ്പോൾ ഹനുമാൻജിയുടെ എന്താ ഇൻട്രൊഡക്ഷൻ? ശരീരം കൊണ്ട് വാനരനാണ്, പക്ഷേ ഹൃദയം കൊണ്ട് ബ്രഹ്മജ്ഞാനിയാണ്. വെറും ജ്ഞാനം മാത്രമല്ല, പിന്നെ 3 ലോകങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നു. രാമദൂത്, അതും പറഞ്ഞു ഒരേ സമയത്ത് സീതാദേവിയുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന സന്ദേശം കൊടുത്തു, അതോടൊപ്പം രാവണൻ്റെ മനസ്സിനെ മതിക്കുന്ന, രാമൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്ന സമ്മാനവും തൻ്റെ ദൂതും കൊടുത്തു എന്നാണ്. അതുലിത ബലധാമ, അതുല്യമായിരിക്കുന്ന ബലമാണ്. അതുലിത ബലധാമം ഹേമശൈലാഭദേഹം ധനുജവനകൃശാനം ജ്ഞാനിനാമഗ്രഗണ്യം. ധനുജവനകൃശാനം, എല്ലാ ഗുണങ്ങളുടെയും അതുലിത ബലധാമം ഹേമശൈലാഭദേഹം. ഹനുമാൻജിയുടെ ബോഡി എങ്ങനെയാണ്? ഹേമശൈലാഭം, ഗോൾഡൻ കളറാണ്. സാധാരണ വാനരന്മാരെ പോലെയല്ല. ധനുജവനകൃശാനം ജ്ഞാനിനാം അഗ്രഗണ്യം. ധനുജൻ രാക്ഷസന്മാരുടെ വംശത്തെ മുടിച്ചവനാണ്. ജ്ഞാനിനാം അഗ്രഗണ്യം, ജ്ഞാനികളിൽ വെച്ചിട്ട് അഗ്രഗണ്യനാണ്. സകല ഗുണനിധാനം ഇപ്പം പറഞ്ഞത്. പിന്നെ വാനരാണാം അധീശം രഘുപതി പ്രിയഭക്തം വാതജാതം നമാമി. രഘുപതിയുടെ പ്രിയഭക്തനാണ്, ആ വാതജാതനെ ഞാൻ നമസ്കരിക്കുന്നു, പവനസുതനെ നമസ്കരിക്കുന്നു. അതുലിത ബലധാം അഞ്ജനിപുത്ര. അഞ്ജനിയുടെ പറഞ്ഞു എങ്ങനെയാണ് ഹനുമാൻജിയുടെ ജന്മം ഉണ്ടായതെന്ന്, അഞ്ജനാസുതനായത്. പിന്നെ പുത്രൻ എന്നുള്ള വാക്കിനും ഹനുമാൻജി തികച്ചും അർഹനാണെന്ന്. പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ? പുംനാമം, നരകം. ആ നരകത്തിൽ നിന്ന് മാതാപിതാക്കളെ എന്നേക്കുമായിട്ട് മോചിപ്പിക്കുന്നവനാണ് പുത്രൻ. മോചിപ്പിക്കത്രായതേ പുംനാമ നരക അസ്മാത്രായതേ ഇതി പുത്രഃ. പുംനാമ നരകം. ഈ നരകത്തിൽ നിന്ന് മാതാപിതാക്കളെ രക്ഷിക്കാൻ യോഗ്യനായവനാണ് പുത്രൻ. ഹനുമാൻജിയിൽ കൂടിയിട്ടാണ് അഞ്ജനാദേവി അറിയപ്പെടുകയും ചെയ്തത്. ഇല്ലെങ്കിൽ ആരാ അഞ്ജനെ അറിയാം? മക്കളിൽ കൂടെ അമ്മ അറിയപ്പെടാൻ, അച്ഛനും അമ്മയൊക്കെ അറിയപ്പെടാൻ ഒരു പ്രത്യേക ഭാഗ്യമല്ലേ, മക്കളുടെ കെയർ ഓഫിൽ അറിയപ്പെടാൻ. ഹനുമാൻജിയിൽ കൂടിയിട്ടാണ് അഞ്ജനയ്ക്ക് ലോകത്തിൽ സ്ഥാനം ഉണ്ടായതെന്ന്. ഹനുമാൻജി ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെ ഒരു അഞ്ജന ഉണ്ടായിരുന്നുവെന്നോ വീരകേസരിയെ വിവാഹം കഴിച്ചുവെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും അഭിമാനസ്തംഭമായിട്ട് ജീവിക്കാൻ സാധിക്കാം. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ പുത്രൻ. അഞ്ജനിപുത്ര പവനസുതനാമ. പവനസുതനെ ഇന്നലെ നമ്മൾ വിശദമായിട്ട് കണ്ടു. പവനൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാവരുടെ മനസ്സിനെയും ശുദ്ധീകരിച്ചുകൊണ്ട്, എല്ലാവർക്കും എപ്പോഴും നിശബ്ദ സേവനം അനുഷ്ഠിച്ചുകൊണ്ട്, അംഗീകാരം പോലും പ്രതീക്ഷിക്കാത്ത ആ ഹനുമാൻജി വിജയിക്കട്ടെ. ഈ ആദ്യത്തെ 2-3 ചൗപ്പായികളാണ് പരമപ്രധാനം. അതുകൊണ്ടാണ് അതൊന്ന് വിസ്തരിക്കാൻ വെച്ചത്. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ മതി. ഈ ഹനുമാൻജിയുടെ ഗുണങ്ങൾ, ആ ഗുണങ്ങൾ നമ്മളിലുണ്ടാവും. ഹനുമാൻജിയുടെ ജ്ഞാനം എത്രമാത്രമുണ്ട്. നമ്മളുടെ അജ്ഞാനം കുറഞ്ഞു കുറഞ്ഞ് വന്ന് നമ്മളിൽ ജ്ഞാനം ശോഭിക്കാൻ ഈ വാക്കുകളെ തന്നെ നമ്മൾ സ്മരിച്ചാൽ മതി എന്നാണ്. ജയ ഹനുമാൻ ജ്ഞാനഗുണസാഗർ, ജയ കപീസതിഹുലോക ഉജാഗർ, രാമദൂത് അതുലിത ബലധാമ, അഞ്ജനിപുത്ര പവനസുതനാമ. ഹനുമാൻ പവനസുതൻ്റെ മറ്റൊരു നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഹനുമാൻ. ഹനുവിൽ മാനം ഉള്ളവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഹനു എന്ന് പറഞ്ഞാൽ താടി.
താടിയിൽ അടയാളം ഉള്ളവനാണ്. മാനം എന്ന് പറഞ്ഞാൽ അടയാളം. അപ്പോൾ ഹനുമാൻജിക്ക് അടയാളം കിട്ടിയ കഥ അറിയാം. അഞ്ജന പുത്രനെ പ്രസവിച്ചതോടുകൂടി പുഞ്ചികസ്ഥലിയായി തിരിച്ച് വീണ്ടും ബൃഹസ്പതിയുടെ ആശ്രമത്തിലേക്ക് പോയപ്പോൾ കുട്ടി ഒറ്റയ്ക്കാണ്. അപ്പോൾ ആദ്യം വിചാരിച്ചു എങ്ങനെ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോവാം. പക്ഷേ ഉടനെ ഓർമ്മ വന്നു, മഹർഷി ആശീർവാദം തന്നതല്ലേ, കുഞ്ഞിന് ജന്മം തന്നത് പാർവതീ പരമേശ്വരന്മാരാണ്, അവർ തന്നെ നോക്കിക്കോളും, ഉറപ്പായി. ആ വിശ്വാസമാണ് പ്രധാനം. ആര് നോക്കും? ഞാൻ നോക്കുന്ന പോലെ വേറൊരാൾ നോക്കുമോ? അങ്ങനെ ശരിയാവോ? ഞാൻ കൊടുക്കുന്ന അത്ര തൃപ്തിയാവോ? ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അറ്റാച്ച്മെൻറ്റ് വരുന്നത്. എൻ്റെ കർത്തവ്യമല്ലേ, എൻ്റെ കടമയല്ലേ, ഇതിങ്ങനെ നമ്മൾ എൻ്റെ എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ കുട്ടിയെ അല്ല, പാർവതീ പരമേശ്വരന്മാർ തന്നതാണ്. അതുകൊണ്ട് അവർ തന്നെ നോക്കും. എൻ്റെ ശാപമോക്ഷം തിരിച്ചു പോകാനാണ്. ആ ധൈര്യത്തോടുകൂടി അഞ്ജന പോയി എന്നാണ്. അപ്പോൾ എവിടുന്നാ കിട്ടുക? അതിപ്പോൾ കാട്ടിൽ പഴങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവൻ കേമനാണ് എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ കൈകാലിട്ടടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര വിശപ്പായിരുന്നു അത്രേ. ഹനുമാൻജിക്ക് ചെറുപ്പത്തിലേ ഭയങ്കര വിശപ്പാണെന്നാണ് പറയണം. എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ എഴുന്നേറ്റ് നടക്കാറൊക്കെ ആയപ്പോൾ കണ്ട പഴങ്ങളൊക്കെ പറിച്ച് തിന്നും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നദീതീരത്ത് ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് ഈ സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടതെന്നാണ്. അപ്പോൾ തുടുത്ത സൂര്യബിംബം കണ്ട സമയത്ത് കുട്ടിക്ക് ആഗ്രഹം ഉദിച്ചു എന്ന്. ഇതുവരെ കാട്ടിൽ കാണാത്തൊരു പഴം, എത്ര വിചിത്രമായിരിക്കുന്നു. ഇത് സാധാരണ കാണുന്ന പഴം പോലെയല്ല. ഈ ഒരു പഴം കിട്ടിയാൽ എനിക്ക് ഇന്നത്തേക്ക് സുഖമായി എന്നാണ് തോന്നണത്. മറ്റേതൊക്കെ കിട്ടിയാൽ കുറേ തിന്നണ്ടേ, ഇത് ഒരൊറ്റ വലിയ പഴമാണ്. ഇത് കണ്ട് ആഗ്രഹം തോന്നിയെന്നാണ്. ആ പഴം കിട്ടിയാൽ പിന്നെന്താ, വേണമെന്ന് തോന്നിയ ഉടനെ തീരുമാനിച്ചു, യെസ് ഞാനത് കരസ്ഥാക്കും, ഐ മസ്റ്റ്. ഇതാണ് നമ്മൾക്ക് പലപ്പോഴും ഇല്ലാത്ത അല്ലേ. ഐ ഷുഡ്, ഐ മസ്റ്റ് എന്നൊക്കെ പറയാം, പക്ഷേ ഐ വിൽ അത് നമുക്ക് വരുന്നില്ല. ഹനുമാൻജിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ കുട്ടിയല്ലേ, എനിക്ക് അത്ര ശക്തി ഉണ്ടോ ഒന്നും ആലോചിച്ചില്ല, ജസ്റ്റ് ഇൻവോക്ക് ചെയ്തു എന്നുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റ കുതിപ്പാണ് അങ്ങോട്ട്, എനിക്കിപ്പോൾ അത് കരസ്ഥാക്കണമെന്ന്. അങ്ങനെ കുതിച്ച് ഉയർന്നു പോകും തോറും സൂര്യൻ ഇങ്ങനെ മാറി മാറി പോകാൻ തുടങ്ങിയെന്നാണ്. അങ്ങനെ എത്തി സൂര്യഭഗവാന്റെ അടുത്തെത്തി. ഇപ്പോൾ സൂര്യനെ പിടിച്ച് വായിക്കകത്താക്കുന്നുള്ള സ്ഥിതിയായി. അപ്പോൾ സൂര്യഭഗവാൻ പേടിച്ചു, ഇത്രയും കേമൻ ആരാണ്? ഇതുവരെ എൻ്റെ അടുത്ത് ആരും വരാറില്ല. കാരണം ആ സൂര്യരശ്മികളെ ഏറ്റാലൊക്കെ കരിഞ്ഞു പോകും. സമ്പാദിയുടെ ചിറകും കൂടി കരിഞ്ഞു പോയതാണ്. അപ്പോൾ ഈ കുഞ്ഞാരാണ്? ഇങ്ങനെ നോക്കിയപ്പോഴാണ് അയ്യോ ഇത് പിടിച്ച് തിന്നും തന്നെ തോന്നണതെന്ന്. ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും മറ്റുള്ള ദേവീദേവന്മാരൊക്കെ അറിഞ്ഞു. അങ്ങനെ ഇതിനെന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കണമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ദേവന്മാരുടെ രാജാവായിരിക്കുന്ന ഇന്ദ്രനോട് പറഞ്ഞു. ഇന്ദ്രൻ പോയി വജ്രായുധം കൊണ്ട് ഓടിച്ചെന്ന് പാഞ്ഞു ചെന്ന് ഒരു വെട്ട് കൊടുത്തതാണ്. ആ വെട്ട് കൊണ്ടത് ഹനുവിലായിപ്പോയി. ഹനുമാൻജിയുടെ ശക്തി കൊണ്ട്, അതുകൊണ്ട് ഹനുമാൻജി ഇല്ലാതെയായില്ല, ചെറിയൊരു മുറിവ് അത്രയല്ലേ വന്നിട്ടുള്ളൂ. ഇത്രയും വലിയൊരു സാഹസം ചെയ്തിട്ട് ചെറിയൊരു മുറിവ്. പക്ഷെ ആ മുറിവ് പോലും ഹനുമാൻജിക്ക് ഒരു ആഭൂഷണമായി എന്നാണ്. ആ ഒരു മുറിവ് ഇന്ദ്രൻ്റെ വജ്രായുധത്തിനെ പോലും ചെറുത്ത് നിൽക്കാൻ തൽക്കാലം ഒരു മോഹാലസ്യം ഉണ്ടായി. പക്ഷേ ജീവഹാനി പറ്റിയില്ല, അതിനെപ്പോലും അതിജീവിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഹനുമാൻ എന്നുള്ള വാക്ക് നമ്മൾ ആവർത്തിച്ച് സ്മരിച്ചാലോ ജപിച്ചാലോ തന്നെ പറയുന്നു. ഇതുപോലെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വജ്രായുധങ്ങളെ അല്ലേ, ജീവിതത്തിൽ എത്ര വജ്രപാതങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണോ ജീവിതത്തിൽ നടക്കുന്നത്? ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ? നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണോ? അല്ലേ, ചില സമയത്ത് നമ്മളിങ്ങനെ സുഖമായിട്ട് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടാവുക. ഇതാണ് വജ്രപാതം. ഈ വജ്രപാതങ്ങളെ ചെറുക്കാനുള്ള മനക്കരുത്ത് നമുക്ക് കിട്ടുന്നു എന്നാണ്. വായു ഇല്ലെങ്കിൽ ഭൂമിയിലത്തെ സ്ഥിതി എന്താ? വായു സ്തംഭനം വന്നു. നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. ഈ കഥ ഓർമ്മിപ്പിക്കുന്ന ഭാഗം പണ്ട് കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ട്. ചെറിയ സ്കൂളിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. കാറ്റ് നിന്നപ്പോൾ ഉള്ളൊരു കവിത ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. പണ്ടൊരു ചിത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുന്ന ആൾ ആ കോലനക്കാൻ പറ്റാതെ അങ്ങനെ നിന്നു. ഉരുള ഉരുട്ടി വായിലിടാതെ നിൽക്കുന്ന ഉരുളയും പിടിച്ചിട്ട് ഇങ്ങനെ നിന്നു. ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. വസ്ത്രം എടുക്കുന്നവൻ വസ്ത്രം പിടിച്ചുകൊണ്ട് നിന്നു. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോകത്തിൽ ഒരു മൂമെൻറ്റും ഇല്ലാതെയായി ഹനുമാൻജിയും കൊണ്ട് വായു അപ്രത്യക്ഷനായപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും? അന്വേഷിച്ചു എവിടെയാണ് പോയിരിക്കുന്നത്. പിന്നെ എല്ലാ ദേവന്മാരും കൂടെ ഒരു മീറ്റിങ്ങൊക്കെ കൂടി തീരുമാനിച്ചു, നമുക്കൊക്കെ പോയിട്ട് ക്ഷമാപണം ചെയ്യാം. അങ്ങനെ വായു ഭഗവാനോട് പറഞ്ഞു, അങ്ങ് ക്ഷമിക്കണം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലോകമില്ലാതെയാവും.
അപ്പോൾ അതിൽ നിന്ന് നമ്മളെയൊക്കെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ശരി, നിങ്ങൾക്കൊക്കെ ഇപ്പോൾ പേടിയായല്ലോ, നിങ്ങളുടെയൊക്കെ ജീവൻ ആപത്താണെന്ന്. ഒരു വ്യക്തി ജീവൻ ആപത്ത് വരുന്ന സമയത്ത് ഇല്ല, ഈ ജീവൻ രക്ഷിക്കാനായിട്ട് എന്തും കൊടുക്കാൻ തയ്യാറാവും. നമ്മുടെ ഒരു ഭാഗം വേണമെങ്കിൽ എടുത്തോളൂ, ഈ ഭാഗം ഒന്ന് മുറിച്ച് മാറ്റിയാലെങ്കിലും എൻ്റെ ജീവൻ നിലനിർത്തണമെന്നാണ് നമ്മൾ വിചാരിക്കുക. നമുക്കുള്ളതെല്ലാം കൊടുക്കാൻ തയ്യാറാവുന്നു. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ആ ജീവൻ്റെ വില മനസ്സിലായല്ലോ, പ്രാണൻ്റെ. ഇനിയിപ്പോൾ നിങ്ങൾക്കത് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ തരണമെന്ന്. എന്താ വേണ്ടത്? എനിക്ക് നിങ്ങളൊരു സമ്മാനമൊന്നും തരണ്ട, എൻ്റെ പുത്രനെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. അപ്പം നോക്കൂ, ആ ഹനുമാൻ ആയതുകൊണ്ടുള്ളൊരു ഗുണം, ഏതെല്ലാം ദേവീദേവന്മാർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും ഗുണങ്ങളെ അവരവർ കൊടുത്തു എന്നാണ്. വായുവിൻ്റെ ഗുണം, അഗ്നിയുടെ ഗുണം, ജലത്തിൻ്റെ ഗുണം, ഭൂമിദേവിയുടെ ഗുണം, എല്ലാവരും അവരവരുടെ ഗുണങ്ങൾ അവരവരുടെ അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ കൊടുത്തു. അതുകൊണ്ട് എന്തായി, ഈ കാര്യങ്ങളും ഈ അനുഗ്രഹം മുഴുവൻ രാമകാര്യം സാധിക്കുന്നതിൽ ഹനുമാൻജിക്ക് ഉപയോഗമായി. നമുക്ക് ഈ ഹനുമാൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മിക്കാം. നമ്മുടെ ആ അവസരോചിതമായിരിക്കുന്ന ഒരു പ്രവൃത്തിയെക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധം നേടാനുള്ള ഒരു പ്രവൃത്തിയെക്കൊണ്ട് ബാക്കി എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി ശക്തി പോലും നമ്മളെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് വിജയത്തിന് പിന്നെ നമുക്ക് യാതൊരു സംശയം ഉണ്ടാവുന്നില്ല. അങ്ങനെ ഹനുമാൻജിക്ക് ഈ നീന്തി കടക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ പറന്ന് കടന്നത്. ആ സമയത്ത് വന്ന വിഘ്നങ്ങളെ നേരിടാൻ സാധിച്ചതും, ലങ്കാദഹനത്തിലെ തീ പോലും സ്വന്തം ശരീരത്തിനെ സ്പർശിക്കാതിരുന്നതും, അങ്ങനെ കുറേ തടസ്സങ്ങളെ തന്നെ സ്വാധീനിക്കാതിരുന്നതൊക്കെ ഈ ദേവീദേവന്മാരുടെ അനുഗ്രഹമാണെന്ന്. ഈ ആദ്യത്തെ 4, അതായത് ആദ്യത്തെ 2 ചൗപ്പായിൽ തന്നെ ഹനുമാൻജിയുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി നമുക്ക് കിട്ടുന്നുണ്ട്. ഹനുമാൻ, പവനസുതൻ, രാമദൂതൻ, അതുലിത ബലധാമൻ, ഓരോന്നിനും അനേകം അർത്ഥങ്ങൾ നമുക്ക് ഇനിയും ആലോചിച്ചെടുക്കാം. ഓരോ ദിവസത്തെ മെഡിറ്റേഷന് പോലും അത് പറ്റും. ആരാണ് ഈ ഹനുമാൻ? അതൊരു വ്യക്തിയല്ല, നമ്മളുടെ ഉള്ളിലുള്ള ആ അപാരമായിട്ടിരിക്കുന്ന അതിവിശാലമായിരിക്കുന്ന സദ്ഗുണത്തിൻ്റെ സമ്പത്താണ് ഹനുമാൻജിയുടെ പ്രതീകം. ഇതിനെ നമ്മൾ ഉണർത്തുമ്പോഴാണ് നമുക്ക് മെഡിറ്റേഷനിൽ പോലും കൂടുതൽ ഏകാഗ്രത കിട്ടുന്നത്. അതാണ് ഹനുമാൻ ചാലീസയുടെ വേറൊരു നമുക്ക് വ്യക്തിപരമായിരിക്കുന്ന ഒരു ഗുണം. നമുക്ക് ഈ ഭക്തി വർദ്ധിപ്പിക്കാൻ അതൊരു ഭാഗത്ത് കൂടുതൽ നമുക്ക് അന്തർമുഖത്വം കിട്ടി ആത്മാ അന്വേഷണത്തിൽ സഹായിക്കാൻ ഈ ഗുണങ്ങളൊക്കെ സഹായിക്കണമെന്ന്. അഞ്ജനി പുത്ര പവനസുതനാമം.